നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ ബാധിക്കുന്ന ബലക്ഷയത്തെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരും പ്രായമാകുമ്പോൾ എല്ലുകളുടെ കട്ടി കുറയും. പക്ഷെ ചില ആളുകളിൽ ഈ എല്ലിന് കട്ടി കുറയുന്നതിന്റെ തോത് വളരെയധികം കൂടുതലായിരിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓസ്റ്റിയോപോറോസിസ് ഒരുപാട് സിവിയർ ആണെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് കുനിഞ്ഞ് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ നോക്കുകയോ ചിലപ്പോൾ നട്ടെല്ലിന് ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഓസ്റ്റിയോപോറോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുതിർന്ന സ്ത്രീകളെയാണ്. ഇപ്പൊ ലോകമെമ്പാടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ഒരു 5 വർഷം മെനോപോസ് അറ്റൈൻ ചെയ്തിട്ട് ഫസ്റ്റ് 5 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് 20% നമ്മുടെ ബോണിന്റെ സ്ട്രെങ്ത് സ്ത്രീകളിൽ കുറയുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിൽ 3-ൽ ഒരാൾക്ക് നട്ടെല്ലിൽ ഓസ്റ്റിയോപോറോസിസ് കാരണം ഫ്രാക്ചർ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ നിങ്ങൾ കുറെ നാളായിട്ട് ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ്സ് മരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, എക്സസൈസുകൾ തീരെ ചെയ്യാത്ത ഒരാളാണ്, പുകവലി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മദ്യപാനം എന്നീ ശീലങ്ങൾ ഉള്ള ആളാണെങ്കിലും ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത ഏറെയാണ്.